പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നോമ്പുകാലം 16-ാം ദിവസം, മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ധ്യാനിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടതും അതുമായി ബന്ധപ്പെട്ട ഈശോയുടെ പ്രബോധനങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ആ വചനഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു: ഈശോ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയുംകാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ചില സുപ്രധാന കാര്യങ്ങൾ ഈശോ ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: ഈശോ ഭണ്ഡാരത്തിന് ഇരുന്ന് ആളുകൾ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് ശ്രദ്ധിച്ചു. ഈശോ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ എന്തിടുന്നു, എന്ത് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്നു, എന്ത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളത് ഇന്നും ഈശോ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ കഴിവിൻ്റെ അളവിന് ചേർന്ന ഒരു പങ്ക് ദൈവിക ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്നുണ്ടോ, അതിനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്ന് ഈശോ ഇന്നും ശ്രദ്ധിക്കുന്നുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, പള്ളിക്ക് എന്തിനാണ് പണത്തിൻ്റെ ആവശ്യം? ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ദൈവികമായ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നതിന്, അതുവഴി പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന്, രോഗി ശുശ്രൂഷ ചെയ്യുന്നതിന്, സമൂഹത്തിൽ ആവശ്യമുള്ള പൊതു നന്മയുടെ കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതിന് പണം ആവശ്യമുണ്ട്. അത് നമ്മുടെ ഒരു പങ്ക് കൊടുക്കുമ്പോൾ അത് പള്ളിക്ക് കൊടുത്തെന്നോ ഒരച്ഛൻ പറഞ്ഞിട്ട് കൊടുത്തെന്നോ ഇന്ന ഭണ്ഡാരത്തിലിട്ടോ എന്നുമല്ല, അത് ദൈവത്തിന് കൊടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് കൊടുത്തത് വിശുദ്ധമായ മനസ്സോടെയാണെങ്കിൽ അത് വിശുദ്ധമായ ലക്ഷ്യങ്ങളിലേക്ക് ചെന്ന് ചേരുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ദൈവം നമ്മളെ ഇന്നും ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ള കാര്യം. നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുന്നതനുസരിച്ച്, നമ്മുടെ കഴിവിൻ്റെ അളവനുസരിച്ച് ദൈവത്തിനും ദൈവിക ശുശ്രൂഷയ്ക്കുമായി കൊടുക്കാനായി നമുക്ക് പരിശ്രമിക്കാം. എത്ര കൊടുത്തു എന്നതിനേക്കാൾ എന്തു മനസ്സോടെ കൊടുത്തു എന്നത് പ്രധാനമാണ്. ഇവിടെ പണക്കാർ വലിയ തുകകളിട്ടു എന്ന് പറയുന്നു. ദരിദ്രയായ ഒരു വിധവ 2 വില കുറഞ്ഞ ചെമ്പ് നാണയങ്ങളാണ് ഇട്ടത്. അവൾക്ക് മറ്റുള്ളവരുടെ ഒപ്പം പണത്തിൻ്റെ മൂല്യത്തിൽ കൊടുക്കാൻ പറ്റിയില്ല, പക്ഷേ അവളുടെ മനസ്സിൻ്റെ മൂല്യം വലുതായിരുന്നുവെന്ന് ദൈവം തിരിച്ചറിഞ്ഞു. വിധവ അവളുടെ സ്വത്ത് മുഴുവൻ ആ ഭണ്ഡാരത്തിലിട്ടു. അതിട്ടപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞത്, ദൈവമേ, എൻ്റെ കയ്യിൽ കരുതി വച്ചിരുന്നതൊക്കെ ഞാൻ നിൻ്റെ കയ്യിലേക്ക് തരുന്നു, നിന്നിലേക്ക് തരുന്നു. ഇനി നീയാണ് എൻ്റെ സ്വത്ത്, നീയാണ് എന്നെ സംരക്ഷിക്കേണ്ടത്. ഒരു തരത്തിൽ ഈ വിധവ എല്ലാവരെയുംകാൾ കൂടുതലിട്ടു എന്ന് പറഞ്ഞത്, ധനികർ വലിയൊരു തുക ഇട്ടെങ്കിലും അത് അവരുടെ വലിയ സമ്പത്തിൻ്റെ ചെറിയൊരംശമേ ആകുന്നുള്ളൂ. പക്ഷേ ഈ വിധവ അവൾക്കുണ്ടായിരുന്നത് മുഴുവൻ ഇട്ടപ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ, ജീവിതം മുഴുവൻ ദൈവത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഏത് മനസ്സോടെ ദൈവത്തിന് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്യുമ്പോൾ ഏത് മനസ്സോടെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു ചിന്ത നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, വലിയവരുടെ വലുപ്പത്തിനിടയിൽ ചെറിയവയുടെ മൂല്യം നമ്മൾ കാണാതെ പോകരുത്. വലിയ തുകകളിട്ട ഫരിസേരെ നിയമജരെയുമല്ല ഈശോ പുകഴ്ത്തി സംസാരിച്ചത്, മറിച്ച് അതിനിടയിലും ചെറിയ 2 ചെമ്പ് തൊട്ടുകൾ കൊണ്ടയിട്ട ഈ പാവപ്പെട്ട വിധവയെയും അവളുടെ മനസ്സിനെയും കുറിച്ചാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രശംസിക്കപ്പെടേണ്ട, അംഗീകരിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട ചെറിയ കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ഉദാഹരണമായി എടുക്കാം. വലിയ കാര്യങ്ങളും വലിയ ഓട്ടങ്ങളും വലിയ തിരക്കുകളും ഇടയിൽ കുഞ്ഞുങ്ങളെയും അവരുടെ ചെറിയ നേട്ടങ്ങളെയും ചിലപ്പോൾ നമ്മൾ വിലമതിക്കാതെ പോകാറുണ്ട്. അവരെ അടുത്ത് വരുമ്പോൾ പരിഗണിക്കാതെ പോകാറുണ്ട്. തീർച്ചയായിട്ടും അവരെ പരിഗണിക്കേണ്ടതും അത് വളരെയേറെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഈശോയ്ക്ക് വലിയതിനിടയിലും അതിൻ്റെ വലിപ്പം ഒരു വശത്ത് കണ്ടു, പക്ഷെ മറുവശത്ത് ചെറുതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഈശോ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഈശോ ആ വിധവയെ അവളുടെ ഉദാര മനസ്സിനെ പ്രശംസിച്ചതിലൂടെ ചെറിയവയുടെ മൂല്യവും മഹത്വവും ചിലപ്പോൾ വലുതിൻ്റെതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഈശോ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ ഇടയിലെ ചെറിയവരുടെ നേട്ടങ്ങൾ ചിലപ്പോൾ കൊച്ചു കൊച്ചു നേട്ടങ്ങളായിരിക്കും. അതിനെ അംഗീകരിക്കാനും വിലമതിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നാലാമതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ഈശോ ഇത് വിളിച്ച ശിഷ്യരോടാണ് പറഞ്ഞത്. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വിധവ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈശോ എങ്ങനെയാണ് ഒരു കാര്യത്തെ കണ്ടതെന്നും
ഇനി തൻ്റെ ശിഷ്യന്മാരെങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കാണേണ്ടതെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശിഷ്യന്മാരെ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഈശോ ഉദ്ദേശിച്ചത്. ഈശോ അതിനെ അങ്ങനെയാണ് കണ്ടത്. ഒരുപക്ഷെ അതുവരെ ശിഷ്യന്മാർ കണ്ടത് ഫരിസേരിട്ട വലിയ തുകയായിരിക്കാം. ഈശോ അവർക്ക് പുതിയൊരു പാഠം നൽകുന്നു. നിങ്ങളും ഞാൻ കാണുന്നത് പോലെയാണ് കാണേണ്ടത്. ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മാഹാത്മ്യവും ശ്രേഷ്ഠതയും മഹിമയും കാണാൻ നിങ്ങൾക്കും കഴിയണം. നമുക്കും ഇത് വളരെ ബാധകമാകുന്ന കാര്യമാണ്. മുതിർന്നവർ നല്ല കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് ഇളം തലമുറയെയും കുഞ്ഞുങ്ങളെയും അത് വിളിച്ചു നിർത്തി കാണിക്കണം. പണ്ടൊക്കെ വീട്ടിൽ ധർമ്മക്കാർ വരുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ധർമ്മം കൊടുപ്പിക്കുന്ന ഒരു പതിവ് മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം. പക്ഷേ മാതാപിതാക്കൾ അത് ഗൗരവമായെടുത്ത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആ ഒരു മനസ്സ് കുഞ്ഞുങ്ങളെ കൊണ്ട് ധർമ്മം കൊടുപ്പിക്കുമ്പോൾ അവർക്ക് കൂടി മനസ്സിലേക്ക് അത്തരം ഒരു ചിന്ത കിട്ടുകയാണ്. അപ്രകാരമുള്ള നല്ല മാതൃകകളൊക്കെ ഇനിയും നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും തുടരേണ്ടതുണ്ടെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവർക്ക് പുതിയൊരു ബോധ്യം കൊടുത്തു. ആ വലിയ ധനികരല്ല, ഈ പാവപ്പെട്ട വിധവയാണ് കൂടുതലിട്ടത്. അവർക്ക് പുതിയൊരു കാഴ്ചപ്പാട് പകർന്നു കൊടുത്തു. മാന്യതയുടെ, മൂല്യത്തിൻ്റെ, ധാർമ്മികതയുടെ നല്ല കാഴ്ചപ്പാടുകൾ നമ്മുടെ കൂടെയുള്ളവരിലേക്കും നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും പകർന്നു കൊടുക്കാനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലും ഈശോ ഇന്ന് നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും എല്ലാം ഈശോ എന്ന ഭണ്ഡാരത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇടുന്ന പ്രത്യേക കാണിക്കകളാണ്. അത് ഏറ്റവും നല്ല മനസ്സോടെയും വിശുദ്ധമായ മനസ്സോടെയും സന്തോഷത്തോടെയും നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാണിക്കകളെയും ദൈവം വലുതെന്ന് എണ്ണട്ടെ. ആമേൻ.